മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു. നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോ ഈ പാട്ടിന് പ്രസക്തി എന്ന്. സത്യത്തിൽ മതം മനുഷ്യനെ ഭ്രാന്തന്മാരാക്കി എന്നതിൽ ഒരു സംശയമില്ല. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 3 വിഷയങ്ങളാണ്. പെരുന്നാളിന്റെ തലേന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു മൃഗസ്നേഹത്തിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് ആടിന്റെ ജീവൻ രക്ഷിച്ച ചിലർ, ക്ഷേത്രത്തിലെ തീ പടരുന്നത് കണ്ട് ജാതിയും മതവും നോക്കാതെ അതിനുള്ളിൽ കയറി തീ കെടുത്തിയ മറ്റു ചിലർ, മൃഗബലി സ്റ്റാറ്റസ് ആക്കിയ ഒരാളും അയാളെ നാട് കടത്തിയ മറ്റു ചിലരും. ആഹാ, എന്തൊക്കെയാ മതത്തിന്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. മുസ്ലിം വേഷം കെട്ടിയെത്തിയ ജൈന മതസ്ഥർ 15 ലക്ഷം രൂപയോളം പിരിച്ചെടുത്ത് ഡൽഹിയിൽ ബലിപെരുന്നാളിന്റെ തലേ ദിവസം മാർക്കറ്റിൽ ചെന്ന് വിലപേശി 124 ആടുകളെ സ്വന്തമാക്കിയ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പെരുന്നാളിന് ബലി കൊടുക്കുന്നതിൽ നിന്നും അതിനെയൊക്കെ രക്ഷിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തതെന്നായിരുന്നു അവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ പിന്നെ കോഴിയും താറാവും പോത്തും ഒക്കെ ഇതുപോലുള്ള ദൈവവും കാത്ത് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. മലപ്പുറം തിരൂരുള്ള ക്ഷേത്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ തീ അണയ്ക്കാനായി ഓടിച്ചെന്നതും മുന്നിൽ നിന്നതും തീ അണച്ചതും 3 മുസ്ലിം യുവാക്കളാണ്. പെരുന്നാളിനിടാൻ വസ്ത്രമെടുക്കാൻ പോകുന്ന വഴിക്കാണ് ക്ഷേത്രത്തിലെ തീപിടുത്തം മുഹമ്മദ് നൌഫൽ, മുഹമ്മദ് ബാസിൽ, റേസിൽ എന്നിവർ ശ്രദ്ധിച്ചത്. മലപ്പുറത്തെ വേട്ടയ്ക്കൊരു മകൻ എന്ന ക്ഷേത്രമായിരുന്നു അത്. തീ കണ്ട് ഭയന്ന് വെപ്രാളപ്പെട്ട പൂജാരിയും സംഘവും ബഹളം വെച്ചുവെങ്കിലും മുകളിൽ കയറി തീ അണയ്ക്കാൻ അവർക്ക് സാധിക്കുകയായിരുന്നില്ല. അതുവഴി പോകുന്നവരാവട്ടെ കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ പോവുകയായിരുന്നു. അവിടെ എത്തിയ യുവാക്കളാവട്ടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറിയാൽ പിന്നെ അതൊരു പ്രശ്നമാകുമോ എന്ന് സംശയിച്ചുവെങ്കിലും ഒടുവിൽ തങ്ങൾ മുസ്ലിങ്ങളാണെന്നും ക്ഷേത്രത്തിലേക്ക് കയറിയ പ്രശ്നമുണ്ടോ എന്നും പൂജാരിയോട് ചോദിച്ചു. ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഇതൊന്ന് അണച്ചാൽ മതിയെന്ന് പൂജാരിയുടെ നിലപാട് കേട്ടതോടെ കുട്ടികൾ മുകളിലേക്ക് കയറി തീ അണയ്ക്കുകയായിരുന്നു. ബാക്കി കുട്ടികൾ തന്നെ പറയട്ടെ. പേടിയുണ്ടായിരുന്നു, കയറുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ നമ്മൾ ഇവരോട് ചോദിച്ചു, ഇവിടുത്തെ കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു, അവരോട് ചോദിച്ചു കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കയറിയിട്ട് അണച്ചോളി എന്ന് പറഞ്ഞു. അത് കയറിക്കോളാൻ പറഞ്ഞു. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഫ്ലെക്സിബിലിറ്റി ഉള്ള ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ മുകളിലേക്ക് കയറാൻ. ഇവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയറാൻ റെഡി ആയിരുന്നു. അതിന് സന്നദ്ധത അവർ പ്രകടിപ്പിച്ചതുകൊണ്ട് അവർ കയറിക്കോളാൻ പറഞ്ഞു. അതിനൊരു മടിയും അവർക്ക് ഉണ്ടായില്ല. പക്ഷേ ഇതിലൂടെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാരും ജസ്റ്റ് വാച്ച് ചെയ്യാന്നല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് സഹായിച്ചത്. അവരിറങ്ങി വന്നു. ഞങ്ങളെന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ വെള്ളം പൈപ്പ് ഇടണോ ബക്കറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞ് അവർ വേഗം സഹകരിച്ചു. അതുകൊണ്ട് തീ പടരുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ. മനുഷ്യനാകുമ്പോൾ പരസ്പരം സഹായിക്കും. ഇത് ഇത്ര വലിയ കാര്യമാണോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ അതെ, കാരണം ഇതിന്റെ പ്രസക്തി അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിൽ നടന്ന ഒരു സംഭവം നമ്മൾ അറിയണം. മുസ്ലിം വ്യാപാരിയായ ജാവേദ് കഴിഞ്ഞ ദിവസം മൃഗബലി അർപ്പിക്കുന്നതിന്റെ ഒരു ചിത്രം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കിയതിൽ പ്രതിഷേധിച്ച് പോലീസ് നോക്കി നിൽക്കെ അവിടെ സംഘടിച്ചെത്തിയ തീവ്ര ഹിന്ദു പ്രവർത്തകർ വസ്ത്രശാല ബലം പ്രയോഗിച്ച് തുറക്കുകയും വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മൃഗബലി അത്ര നല്ല ആചാരമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ അതിന്റെ പേരിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ജാവീദിന്റെ കട തകർക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ജാവേദ് എന്തായാലും ഇതൊക്കെ കണ്ട് സ്റ്റേറ്റ് തന്നെ വിട്ടുപോരിക്കാനാണ് സാധ്യത. ഇത്തരത്തിൽ കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഹിമാചലിൽ നിന്നും ഒക്കെ ഈ വാർത്ത ആവർത്തിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദം ചൂണ്ടിക്കാണിക്കുന്ന ചില വാർത്തകളും നമ്മൾ കണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്.